ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പണി വരാൻ പോവുകയാണ്. ഈ നീക്കം കൂടുതൽ അപകടങ്ങളെ വിളിച്ചു വരുത്തും. കേന്ദ്രത്തിന് മോദിയും അമിത്ഷയും വെല്ലുവിളിയായി മാറുന്ന ഒരു വലിയ കാഴ്ച അവർ തന്നെ സമ്മാനിക്കുകയാണ്. പറയാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ ഉറ്റ മിത്രമായ സൗദിയെക്കുറിച്ചാണ്. മോദിയുടെ വലിയ ആരാധകരാണ് സൗദിയിലുള്ളത് എന്ന് പലപ്പോഴും സംഘപരിവാർ സോഷ്യൽ മീഡിയകളിൽ വിളിച്ചു പറയാറുണ്ട്. സൗദിയും മോദിയും തമ്മിൽ വലിയ ബന്ധമാണെന്നും സൗദി രാജാവിന് മോദി ഇല്ലെങ്കിൽ ഉറക്കം വരെ വരില്ല എന്ന് ചില സൈബർ ക്രിമികൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുമുണ്ട്. എന്നാൽ ആ കണക്ക് കൂട്ടലുകൾ ഇവിടെ തെറ്റുകയാണ്. സൗദി ചില കടുത്ത നിലപാടുകൾ എടുക്കാൻ മുന്നോട്ട് വരുന്നു. കശ്മീർ വിഷയത്തിലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിർണായക നീക്കം നടത്താൻ OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിലിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ സൗദി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. പാക് സന്ദർശനം നടത്തിയ സൗദി വിദേശകാര്യ മന്ത്രിയാണ് ഈ മഹാപ്രഖ്യാപനം നടത്തിയത്. സൗദിയുടെ കൈ പിടിച്ച് 56 മറ്റു രാഷ്ട്രങ്ങളും കൂടി കടന്നു വരുന്നതോടുകൂടി വ്യക്തമായ തീരുമാനങ്ങൾ OIC മുന്നോട്ട് വെക്കും. ഈ തീരുമാനങ്ങളെ ലോകരാഷ്ട്രങ്ങൾ ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം ഏത് രീതിയിലുള്ള മറുപടിയായിരിക്കും ലോകരാഷ്ട്രങ്ങൾക്ക് നൽകാൻ വേണ്ടി പോവുക? കശ്മീരിലെ അവിടെയുള്ള പൊതുജനങ്ങളുടെ, മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവരെ വേട്ടയാടിയ തീരുമാനം, പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് വന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാനുള്ള നീക്കവും, അതോടൊപ്പം തന്നെ കുടിയേറി വന്നവരെ മതം തിരിച്ച് ഒരു കൂട്ടരെ രാജ്യത്ത് നിന്ന് പടിയടിച്ച് പിണ്ണം വെക്കാനുള്ള നീക്കത്തെയും ശക്തമായ രീതിയിൽ ചിലപ്പോൾ യോഗം ചോദ്യം ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അത് ശരിവെച്ചു കഴിഞ്ഞാൽ മോദിയുടെയും അമിത്ഷയുടെയും നീക്കം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിത്തീർന്നാൽ, അതായത് ഇന്ത്യയിൽ മാത്രമായി മോദിയും അമിത്ഷയും ചുരുങ്ങിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭ്യമാകാതെ വരും. UN-യുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇവർക്ക് നേരെ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കൃത്യമായ നീക്കം നടത്തുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ഏകദേശം ഒരു തീരുമാനമായി എന്ന് വേണം പറയാൻ. ഒപ്പം സൗദിയുടെ കൂടെ കട്ടക്ക് നിൽക്കാൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദും കടുത്ത നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ ഇരുവരും കൈകോർത്ത് ഇന്ത്യയിലെ നിലവിലെ മുസ്ലിങ്ങളോടുള്ള കേന്ദ്രത്തിൻ്റെ വിരോധം, ആ വിരോധത്തെ ഏത് രീതിയിൽ നേരിടാമെന്നുള്ള തീരുമാനം കൈക്കൊള്ളാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ മോദിക്കും അമിത്ഷയ്ക്കും കേന്ദ്രത്തിനും സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ചില നിർണായക നീക്കങ്ങളിലേക്ക് കേന്ദ്രം കടക്കുമെന്ന സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.